ഹായ്, എല്ലാവർക്കും ഡിസംബറല്ലേ കേക്കിൻ്റെ മാസം. പക്ഷെ ഞങ്ങൾക്കത് കുറച്ച് നേരത്തെ തുടങ്ങും കേട്ടോ. അതായത് നവംബറിൽ ഞങ്ങൾക്ക് കേക്കിൻ്റെ മാസം തുടങ്ങും. എന്താണെന്നല്ലേ, നവംബറിലാണ് ഇവിടെയുള്ള മിക്ക ആളുകളുടെയും ബർത്ത്ഡേ. മമ്മിയുടെ, പപ്പയുടെ, എൻ്റെ, മോൻ്റെ, ചേച്ചിയുടെ എല്ലാവരുടെയും ബർത്ത്ഡേ നവംബർ മാസത്തിലാണ്. അപ്പോൾ നവംബറിൽ കേക്ക് മേടിക്കാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മുതലാവില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്നറിയോ, ഇവിടെ തന്നെ അങ്ങ് ബേക്ക് ചെയ്യും. അങ്ങനെ നവംബർ തൊട്ട് ഞങ്ങൾക്ക് ഡിസംബർ വരെ കേക്കിൻ്റെ മാസം. അപ്പോൾ ഇന്ന് മമ്മിയുടെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് നമുക്കൊരു കേക്കിൻ്റെ വ്ളോഗ് ആയാലോ. അപ്പോൾ വായോ, ഒരു പിസ്ത കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്, ഇത്ര ഇട്ടിട്ട് ഒരു 3 പ്രാവശ്യം നമുക്കൊന്ന് അരിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് 3 പ്രാവശ്യം നമ്മൾ അരിച്ചെടുക്കുന്നത്. 3 പ്രാവശ്യം അരിച്ചെടുക്കുക. ഞാൻ തികയാത്തത് കൊണ്ട് ഒരു അര കപ്പ് മൈദ കൂടി പിന്നീട് ആഡ് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ വെറ്റ് ഇൻഗ്രീഡിയൻസിനായിട്ട് നമുക്കൊരു 4 മുട്ട ഒട്ടും വെള്ളമില്ലാത്തൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം 1 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര പൊടിച്ചതാണ് ഈ ഇടക്കിടക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം നേരം ബീറ്റ് ചെയ്യാൻ പാടില്ല. അതിനുശേഷം നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മൈദ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മളിന്ന് പിസ്തയുടെ കേക്കാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പിസ്തയുടെ ഒരു ഫ്ലേവർ അതൊരു 2-3 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ഗ്രീൻ ഫുഡ് കളർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മൈദ തന്നെയാണ് കുറച്ചുകൂടി ഇട്ടത് കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ വിനീഗർ കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലൊരു റിബൺ കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാൻ. പിന്നെ ഒരു ടൂത്ത് പിക്കോ ഒരു കമ്പി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒന്ന് ഇളക്കിയേക്കുന്നത്. അത് കഴിഞ്ഞ് നന്നായിട്ട് ടാപ്പ് ചെയ്യുക. ഇത് നമ്മുടെ ഒരു AMCയുടെ ഒരു പാത്രമാണ് പണ്ട് ഇട്ടുള്ളത്. ഇതിൽ എണ്ണയൊന്നും ഉപയോഗിക്കാതെ കുക്ക് ചെയ്യാം. അതുപോലെ കേക്ക് ബേക്ക് ചെയ്യാം, ബിരിയാണിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഈ ഒരു പാത്രമാണ് പണ്ട് തൊട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്ത് 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കേക്ക് ടിൻ അതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് അതൊന്ന് അടച്ചു വെക്കാം. ഇതിൽ ഈ ഗ്രീൻ കളർ ഉണ്ടോ, ആ ഗ്രീൻ കളർ റെഡ് ഇങ്ങേ അറ്റം വരെ വരുമ്പോഴാണ് ഇത് വേവുന്നത്. പിന്നെ തിരിച്ചത് നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം ആ ഗ്രീൻ കളർ തന്നെ ബാക്കിലേക്ക് വരും. ഇതിപ്പോൾ ഫുള്ളായിട്ടുണ്ട്, നമ്മുടെ കേക്ക് വെന്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമ്മളിത് ഓപ്പൺ ചെയ്യണില്ല. ആ ഗ്രീൻ കളർ തിരിച്ച് സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ വരുമ്പോഴാണ് നമ്മൾ ഈ പാത്രം തുറക്കാൻ പാടുള്ളൂ. എന്നാലാണ് പൂർണ്ണമായിട്ടും വെന്തിട്ടുണ്ടാവുക. നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ആ ഓയിൽ ഷീറ്റൊക്കെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഐസിങ് ചെയ്യട്ടോ. ഷുഗർ സിറപ്പാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത്. ഓരോ ലെയറിലും ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീം ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത ദിവസം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓരോ ലെയറും അങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് വിപ്പിംഗ് ക്രീമും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പിസ്തയുടെ ഇങ്ങനെ ഒന്ന് കടിക്കാനൊക്കെ ആയിട്ട് പിസ്ത വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും ഇട്ട് കൊടുക്കണില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് ഇട്ട് ക്രീമും തേച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ചോക്കോ ചിപ്സോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ 3 ലെയറും സെറ്റ് ചെയ്ത് വെച്ചു. എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ സാധാരണ സ്പഞ്ച് ഒരു ദിവസം ഉണ്ടാക്കും, ഐസിങ് പിറ്റേ ദിവസം ഉണ്ടാക്കും. അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ അതാകുമ്പോൾ പിന്നെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴാണ് ചെയ്യാറ്.
ഇന്നലെ സൺഡേ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് തന്നെയാണ് സ്പഞ്ചും ഐസിങ് എല്ലാം ചെയ്ത്. അപ്പോൾ എനിക്ക് സമയം തികഞ്ഞില്ല. കുട്ടികൾ വന്നു കഴിഞ്ഞപ്പോൾ ആകെ കണ്ട് അവർ ഞാൻ കാണുന്നത് സൈഡിൽ നിന്നൊക്കെ തോണ്ടിക്കൊണ്ടുപോയി ആകെ കുളമാക്കി. അതുകൊണ്ട് വിചാരിച്ച പോലത്തെ ഡിസൈനൊന്നും ചെയ്യാൻ പറ്റിയില്ല, വീഡിയോയും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ കേക്ക് നമ്മൾ ഒരു തരത്തിൽ വിചാരിച്ച ഡിസൈനിലൊന്നും അല്ല. പിന്നെ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയിൽ നമ്മൾ ചോക്ലേറ്റ് സിറപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ കുറച്ച് ചോക്ലേറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് മുകളിലിടുകയും ചെയ്തു. അത്രയായിട്ട് നമ്മൾ സിമ്പിളായിട്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് മമ്മിയുടെയാണ് ഹാപ്പി ബർത്ത്ഡേ. അതിൻ്റെ കേക്കൊക്കെ മുറിച്ചു. അപ്പോൾ വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ മമ്മി. Happy birthday to you. Happy birthday to you. Happy birthday, dear mommy. Happy birthday to you. From good friends